ചേച്ചി നല്ല മണം. മണം എങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് എന്തായിരിക്കും? എടി വാ, നീ എങ്ങോട്ട് പോണേ? എടി 2 ചിക്കന്റെ പീസ് എങ്ങനെ കിട്ടും നോക്കിയാലോ. നോക്കാം. അച്ഛാ നല്ല ചിക്കൻ പൊരിക്കണ മണം. നല്ല വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ഇങ്ങനത്തെ മണം വരുന്നത്. ഈ മണം കേട്ട് ഇരിക്കാൻ വയ്യ. മണി ഇവളുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, അടിപൊളിയാണ് സംഭവമാണ്. എനിക്കറിയാലോ അത്. സത്യം പറ, അവൾ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാനുള്ള കൊതി ഉണ്ടല്ലോ ഇത്രയും കാശ് ചെലവാക്കി സാധനം വാങ്ങിച്ചോണ്ട് വന്ന നിങ്ങള്. നിനക്ക് മനസ്സിലായില്ലേ? അല്ല പിന്നെ ഈ മണം സഹിച്ച് എങ്ങനെ ഇവിടെ നിൽക്കും അമ്മ? അല്ലാതെ പിന്നെ എന്തോന്ന് ചെയ്യാൻ പറ്റും? അങ്ങോട്ടൊന്നും പോലെന്നല്ലേ ചേച്ചിയുടെ ഓർഡർ. അപ്പച്ചി പാവമാണ്, പോയി സോപ്പിട്ട 2 പീസൊക്കെ കിട്ടും. വാ. അത് തന്നെ, അവള് പാവാണെന്നേ. നമുക്ക് പോ. ഉപ്പ് നോക്കാനാണെന്ന് പറയാം. 2 പീസ് വാങ്ങിക്കാം. വാ. അപ്പച്ചി എന്ത്? ചിന്നു, ഞങ്ങൾ അങ്ങോട്ട് വരട്ടാ? വേണ്ട, ആവുമ്പോ ഞാൻ പറയും. അപ്പച്ചി പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, ആവുമ്പോ ഞാൻ പറയാം. അപ്പൊ വന്നാ മതി. ചിന്നു, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ല, നീ ഇങ്ങോട്ട് വാ. 2 പീസ് ചിക്കൻ എടുത്തോ. എന്റെ മണം അടിച്ചിട്ടേ നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര കൊതിയാവണ്. പിള്ളേർക്കാ കൊതി, നിങ്ങൾക്കാ കൊതി. ഉപ്പ് നോക്കാൻ ചേട്ടത്തിക്ക് 1 പീസ്. അയ്യോ, ചേട്ടത്തിന്റെ വായി കൂടെ കപ്പലോടുന്നു. അപ്പച്ചി, ഞാൻ അവരടുത്ത് പറഞ്ഞാണ് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പച്ചി എല്ലാം റെഡിയായതിനു ശേഷം വിളിക്കുമെന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ആര് കേക്കാൻ? ഇതൊക്കെ കോഴിക്കള്ളി. ഞാൻ പറഞ്ഞാണല്ലോ, റെഡി ആവുമ്പോ വിളിക്കും കേട്ടാ. കൊള്ളാം. അപ്പച്ചി പൊടിയെങ്കിലും ഓടി ഓടറി ഓട് 2 ഓട് പോ. ഇവിടെ എവിടെ നീ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു? ഞങ്ങൾ ഓട്ടിച്ചുട്ടമ്മ അവിടുന്ന്. കണക്കായി പോയി. എന്നെ പോലെയാണെന്ന് വിചാരിച്ച അവള്. വിശന്നിട്ട് വയ്യ, നായില നീ കഴിക്കായിരുന്നു. സത്യം. അച്ഛാ, വിശന്നിരിക്കുമ്പോണ്ടല്ലോ നല്ല ആവി പറക്കണ ബിരിയാണി ആ പ്ലേറ്റിലോട്ട് എടുത്ത് തട്ടണം. കുറച്ച് ചിക്കൻ പീസ് അവിടെ നിങ്ങൾ പൊട്ടിച്ചെടുത്ത് ആ പ്ലേറ്റിൽ വെക്കണം. ഒരിച്ചിരി പപ്പടം, കുറച്ച് സാലഡ്, വേണമെങ്കിൽ 1 കഷ്ണം നാരങ്ങ. അതെല്ലാം കൂടെ ഇങ്ങനെ വച്ചിട്ട് കുഴക്കരുത്. അതിങ്ങോട്ട് എടുത്ത് വായിൽ വെച്ചോണ്ടല്ലോ സ്വർഗം. മതിയാക്കടി, മതിയായിട്ട് വയ്യ. അത് അവന്റെ മണം കൂടെ അടിക്കുമ്പോ സഹിക്കണില്ല. അതെ, ബിരിയാണി റെഡി. എവിടെ പോണ്? ഇനി എന്ത്? ഇരി എവിടെ? ഇരി എന്ത്? അവിടെ ഇരി. ഞാനേ കുളിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് കഴിക്കാം കേട്ടാ. അതുകൊണ്ട് അതുവരെ ഒരൊറ്റ എണ്ണ ആണെങ്കിൽ പോരുത് കേട്ടല്ലോ. തരവ്. അതെ, അപ്പച്ചി പോയല്ല, നമുക്ക് കഴിച്ചാലോ? എന്തോ തന്നെ അവിടെ? ഞാൻ കൈയൊക്കെ ഒന്ന് കഴിയിട്ട് വന്നിരിക്കാന്ന് വിചാരിച്ചു. വേണ്ടേ, അപ്പോഴേ എനിക്കറിയായിരുന്നു നീയൊക്കെ ഇതൊക്കെ തന്നെ കാണിക്കുന്നു കേട്ടാ. അതുകൊണ്ട് ഈ കൈ വെച്ച ആ ബിരിയാണി ചെമ്പിലെങ്ങാനും തൊട്ടാ അമ്മയാണ് എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ. കൈ ഞാൻ വെട്ടും കേട്ടല്ല. ഇരി എവിടെ? അവിടെ പോയി ഇരുന്നോളാം, നീ പോയിട്ട് പെട്ടെന്ന് പറഞ്ഞേ കുളിച്ചിട്ട്. അതെ, അവള് പറഞ്ഞ് ചെയ്യുന്നവളാണ്. പ്രത്യേകിച്ച് അമ്മയെ കൊണ്ടാണ് ആണയിട്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പൊ കാത്തിരുന്നല്ലേ പറ്റുള്ളൂ. വേഗോളം ആവാങ്കി പിന്നെ 6ഓളം കാത്തൂടെ? നിങ്ങൾക്കെല്ലാരും ആക്രാന്തോ? അതിന്റെ മണം അടിച്ചിട്ടല്ലേ. നമുക്കേ അതിനകത്ത് പോയിരുന്ന് കാത്തിരുന്നാല. ഒന്നും കാത്തിരിക്കണ്ട, ഒരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ വെയിറ്റ്. ഞാൻ പോയി പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ വരട്ടാ. ചെമ്പി തൊടല്, അവൾ അറിയാലോ. അതൊന്നും ചെയ്യില്ല, നിങ്ങൾ പോടുന്നു. ഞാനും വേണ്ട. വേണ്ട, അത് കണ്ടോണ്ട് അവള് വന്നാലുണ്ടല്ലോ